ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം വിചാരിക്കണം കേട്ടോ. ഇവിടെ ഒരാൾ മാസ്ക് വെച്ച് കാരണം ചിരിക്കണുണ്ടല്ലോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. ഏതാ സ്ഥലം? ഒരു മലയും കുന്നൊക്കെ ഉള്ള ഒരു പ്രദേശം കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഉച്ചക്കല്ലേ എത്ര മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 12:30 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. 1:30 ആയില്ല, ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ട്രിപ്പ് കഴിഞ്ഞില്ലേ, സോറി. അപ്പൊ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്, നല്ല രസമുള്ള സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു നല്ല രസമുണ്ട് ഈ ഭാഗം കാണാൻ, ഒരു വ്ളോഗ് എടുക്കായിരുന്നു എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു ശരിയാണില്ലേ, നമുക്ക് വരുമ്പോ എടുക്കാം. അപ്പൊ കുട്ടിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട്, എന്നെ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട്, സ്നേഹം കൊണ്ട് മാത്രം എന്റെ മോളെന്താ ചെയ്തെന്നറിയോ, വരുമ്പോ ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നു, പോകുമ്പോ ഞങ്ങൾ നടന്നു വന്നു. നല്ല വെയിലുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു മനോഹാരിത കൊണ്ട് എന്താ പറയാ, വെയിലും ചൂടൊന്നും വലിയ കാര്യമില്ലാണ്ടായി. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വീട്ടിലേക്കാ വന്നത്, അതായത് കെട്ടിച്ചോർന്നു വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്കല്ല, സ്വന്തം വീട് തന്നെ. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ അങ്ങനെ വരാറില്ല കേട്ടോ. ഞങ്ങള് ഗുരുവായൂര്, ഞങ്ങളുടെ ഭാഗം മുത്തമാവ് ചാവക്കാടല്ലേ, ആ ഒരു ഭാഗം നടക്കാന്നല്ലാണ്ട് ഈ ഒരു ഭാഗത്തേക്ക് തൃശ്ശൂർക്കോടെ ഈ ഭാഗം എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ വരാന്നല്ലാണ്ട് ഈ ഒരു ഭാഗം വരാറേ ഇല്ല. അപ്പൊ ഇത്ര ദൂരം ഉണ്ടോ നിന്റെ വീടെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞു ഇതൊന്നും വലിയ ദൂരം ഒന്നുമില്ല, ഞാൻ വരാത്ത കാരണം എന്നാണ്. നമ്മൾ ഈ ഭാഗമായിട്ട് വലിയ ടച്ച് ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി ഷോപ്പിൽ പോകുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ടാണ് പോവാൻ. ഇനി ഇവിടുന്ന് ബസ് കിട്ടൂലേ. കുട്ടി മാസ്ക് ഒക്കെ ഇട്ടിട്ട് സൺ പ്രൊട്ടക്ഷൻ്റെ ആണ് കുട്ടി നടക്കുന്നത്. ഈ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ ഞാനും മാസ്ക് ഇട്ടായിരുന്നു. സൺക്രീം യൂസ് ചെയ്തിട്ട് മുപ്പരാളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ അപ്പൊ കാണാം. അങ്ങനെ ഗൈസ്, ഞങ്ങളിവിടെ റോഡ് ക്ലോസ് ചെയ്തിട്ട് ഞങ്ങളവിടെ GPay ചെയ്തിട്ട് ക്യാഷ് കയ്യിൽ മേടിച്ച് വരുമ്പോഴത്തേനും ഞങ്ങളെ ബസ് എന്തായി പോയില്ലേ. ഇനി ബസ് എപ്പോഴാന്നറിയില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ ബസ് നോക്കി കാത്തിരിക്കാണ് ഗൈസ്. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായിടോ, നല്ല രസമുണ്ട്. കുറേ ഭാഗമൊന്നും വീഡിയോ എടുത്തില്ല, നല്ല രസമുണ്ട്, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ പ്ലേസ് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന സ്ഥലം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കേട്ടോ. നോമ്പും വെയിലും നടത്തും ഒക്കെ കൂടി നല്ല രസമുണ്ട്. അപ്പറ്റ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പം ഇനി മേടിക്കുമ്പോൾ അങ്ങനത്തെ ഗൈസ് ഞങ്ങൾ എന്താ പറയാ, എങ്ങനെ ഞങ്ങള് ബസ് പോയി ഗൈസ്. അയ്യോ റോഡ് ക്ലോസ് ആയിട്ടോ, ഞാൻ പടം. അങ്ങനെ ഞങ്ങളത് ഗുരുവായൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചാവക്കാടുക്കുള്ള ബസ് കയറണം. അപ്പം നമ്മൾ ചാവക്കാടുക്കുള്ള ബസ് കയറിയിട്ട് ഇനി നേരെ പോണത് ഒരു സാധനം മേടിക്കാനാണ് ഗായ്സ്. വേറൊന്നല്ല, നമ്മൾ ബസ് എടുക്കണം, മരിക്കാൻ കൊടുക്കണം, അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്റെ പോലും എന്തൊരു തിരക്കെന്ന് പറയാ, നല്ല തിരക്കെന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ഫ്ലോർ എത്തുമ്പോൾ നമുക്ക് ഇറക്കുമ്പോൾ ആൾക്കാരുടെ കുട്ടി അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ആ കുട്ടി ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് പോയ കാര്യം ബ്യൂട്ടിയിൽ നടന്നില്ല. അപ്പം നമ്മൾ അവിടെ ഉള്ളതിനെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പുണ്ട്, അവിടെ വന്നു. അതിൻ്റെ ഇടയിൽ വേറൊരു 2 കടയിലും കൂടി കയറി ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ കയറി, പക്ഷെ നമ്മുടെ കാര്യം ഇവിടെ വന്നതും നടന്നില്ല കേട്ടോ. അത് നമുക്കിനി വേറൊരു ദിവസം വേറെ നോക്കാം. അങ്ങനത്തെ ഗൈസ് നമ്മൾ നമ്മുടെ ഷോപ്പിലോട്ട് എത്താറായി. നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പല ഷോപ്പിലും കയറി ഇറങ്ങി ഗൈസ്, അതൊന്നും കീഴെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കയറി ഇറങ്ങി ഇപ്പൊ കറക്റ്റ് 3 മണിയായിട്ടുണ്ട് കേട്ടോ. 3 മണിയാകുമ്പോഴത്തേനും ഞങ്ങളെ ഷോപ്പിൽ എത്താറായി. നല്ല വെയിലുണ്ട് കേട്ടോ, കണ്ടോ മഴവില്ലല്ല, നിഴല്, നമ്മളെ നിഴല് കണ്ടാണ്, കണ്ടോ എന്ത് രസമല്ലേ ആകാശം കാണാന്. പുറത്തിറങ്ങില്ല, അതിനും നല്ല രസമായി കേട്ടോ, നല്ല വെയിലാണ്. അപ്പൊ ഇതാണ് ഞങ്ങളെ സ്ഥിരം ചായക്കട കേട്ടോ. ഞായറാഴ്ച അല്ലേ, എല്ലാ ബസ് ഡ്രൈവർമാരും സമ്മതിച്ചിട്ടുണ്ട്. ഇവരൊക്കെ AC-ൽ തന്നെ കണ്ടുപിടിക്കുന്നു. ബസ് ഡ്രൈവർമാര് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് കയ്യുമ്പര് മറ്റേ കവറും ഇട്ട് മുഖത്ത് മാസ്ക് ഇട്ടിട്ടൊക്കെ വണ്ടി എടുക്കണം. അത്രയും വെയിലും ചൂടല്ലേ.
ഇതാണ് ഞങ്ങളുടെ ചായക്കടം. ഇവിടുത്തെ ചമ്മന്തി എടുത്ത് പറയുന്ന ചമ്മന്തി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാന് ഷോപ്പ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ചേച്ചിയോട് ഇരിക്കും, ചേച്ചി ചമ്മന്തി ഉണ്ടാകുന്ന നിൽക്കും. അപ്പൊ ചേച്ചിക്ക് ഒരു കിറ്റില് ചമ്മന്തി അങ്ങോട്ട് തരും കേട്ടോ, ചമ്മന്തി മാത്രം. നല്ല ടേസ്റ്റ് കൊടുത്ത ചമ്മന്തി. പിന്നെ ഇതാണ് ഞങ്ങളവിടുത്തെ പെട്രോൾ പമ്പ്. ആരതൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇത് ആരതാ എന്റെ ഫാമിലി അല്ല, ഹസ്ബൻഡിന്റെ ഫാമിലി ആരൊക്കെ ഇന്റെ അല്ല, അങ്ങനെ ആരതൊക്കെ ഉണ്ടാകും. പിന്നെ ഇതാണ് വീക്ക് കേട്ടോ. ഇവിടെ ഇല്ലാത്ത മെഡിസിൻസ് ഒന്നും ഉണ്ടാവില്ല, ഇവിടെ എല്ലാ മെഡിസിൻസ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്തുണ്ട്, നമ്മുടെ എന്തുട്ടാ സുഡിയോ ഉണ്ട് കേട്ടോ. പെരുന്നാളായിട്ട് സുഡിയോയിൽ വലിയ കളക്ഷൻസ് ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ പോയി നോക്കി. പക്ഷെ പെരുന്നാളാന്ന് പറഞ്ഞത് ബ്യൂട്ടിഫുൾ കയറിയപ്പോഴാണ് ഇവന്റെ പൊന്നോ എന്തോരു തിരക്കാ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഷോപ്പിലെത്തി, കസ്റ്റമേഴ്സ് ഉണ്ടായി. ബാക്കി നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഉള്ളിൽ അവക്കോടെ വർത്താനം പറയണം. ഇതാണ് നമ്മുടെ സിനു ഗൈസ്. ഹായ്, എന്തൊക്കെയാണ് വിശേഷം? എന്താ സുഖല്ലേ? എന്താ വിളിച്ചു ഞങ്ങൾ കാണാണ്ട് വിഷമായിട്ടാ? എന്താ വിഷമം അറിയാം. മന്തിയല്ല, ബിസ്ക്കറ്റ്, ബീഫ് ബിസ്ക്കറ്റ് അതൊക്കെ മേടിച്ചു. ബിസ്ക്കറ്റ് അല്ല, ഞങ്ങളെന്താ കഴിച്ചു? ഞങ്ങളൊന്നും കഴിച്ചില്ല, നോമ്പല്ലേ, ഞങ്ങളൊന്നും കഴിച്ചില്ല. വിളിക്കുമ്പോ ചിക്കൻ കാര്യം തൊണ്ടയെ കുടിക്കിട്ട് ചിക്കൻ കാലല്ല തിന്നത് ഞങ്ങള്. എനിക്ക് വയ്യാത്ത ഞാൻ എന്തോട്ട് ഞങ്ങളെ പറയുകയും ചെയ്തു. എന്റെ ഭർത്താവൊക്കെ ഞങ്ങള് പണ്ട് എന്റെ വർത്താനം പറയുമ്പോട്ട് ഫോൺ ബെല്ലടിക്കും. സിനിമോട് അവന് 100 വയസ്സറിയപ്പെടുത്തൊന്നും വെക്കില്ല. മാഷാഅല്ലാ, സിനുനൊന്നുമില്ല. പാവ സിനു രശ്മിക്കണ്ട, എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സിനു എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രല്ല ബാഗോ സിനുവിന് ഞാൻ കൊടുത്താണ്ട, ഞാൻ പറക്കിയതാണ്. എവിടെ കവറ്? സിനു കണ്ണടക്കു, സിനു സിനു കണ്ണടക്ക്, കണ്ണടക്ക്, കണ്ണടക്ക്. സർപ്രൈസ് ഉണ്ട്, കണ്ണടക്ക്, കണ്ണടക്ക്, കണ്ണടക്ക്. സിനുമോൾക്ക് സർപ്രൈസ് കൊടുക്കേത്. ഇവിടെ ഫമീഷാത്താക്ക് ഒരു നട്സും കാര്യങ്ങളൊക്കെ എടുത്തത്. സിനിമോൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. ഞാനാണ് ആ കുട്ടിക്ക് ഒരു മാങ്ങ പറക്കി കൊടുത്തത്. അപ്പൊ നമുക്ക് സിനിമോൾക്ക് സർപ്രൈസ് കൊടുക്കാം. കണ്ണടക്കൂ. ഞാൻ കുടിക്കൂലത്, അറിയില്ലല്ലോ. എന്താ വേണ്ടത്? നമുക്കിപ്പൊ പോയിട്ട് സിനുവിന് എന്തായാലും മേടിച്ചു കൊടുക്കണം. എന്താ സിനുവിനെ വിഷമിപ്പിക്കാൻ പാടില്ല. എന്താ വേണ്ട മുതലെടുക്കണ്. എന്താ വേണ്ടത് വെച്ചപ്പോ ഷവർമലൊക്കെ മന്തി മുതലെടുത്ത്. നീ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കണേ. മുതലെടുക്ക അബുദാബിയിലാണ് ആള്. ഷാക്കിബ് പോയി കണ്ടിട്ടാരാ. ഇതടച്ചോ പോയി ഷാക്കിബ് വേണോ കൊക്കക്കോള? നോമ്പ് കഴിഞ്ഞിട്ട്, നോമ്പ് അറിഞ്ഞിട്ട് ആഫ്റ്റർ ഫ്രിഡ്ജ്. ഓക്കെ, ആഫ്റ്റർ യുവർ ഡ്രിങ്കിങ് യുവർ വീഡിയോ. എന്താണ്ടാ വീഡിയോ കണ്ടത്? വീഡിയോ ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ. ഇപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി നാളെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.